ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ടുള്ള കൊഴുക്കട്ടയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ നല്ലോണം പഴുത്തിരിക്കുന്ന ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, ശർക്കരയും തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ശർക്കര നമുക്കൊന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് പാനിയാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക പെട്ടെന്ന് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നല്ലോണം പഴുത്തിട്ടുള്ള പഴം വേണേൽ നമ്മൾ എടുക്കാനൊക്കെ ഉണ്ട്. അതൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കാവേ. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമ്മുടെ പഴം ഇവിടെ പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നല്ലോണം ഉടച്ചെടുക്കണേ, ഇല്ലെന്നുണ്ടെങ്കിൽ കൊഴുക്കട്ട നമുക്ക് നല്ല ആ ഷേപ്പിൽ കിട്ടില്ലേ. ഇനി ഇതിലേക്ക് ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും അതുപോലെ തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലവണ്ണം ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ടേ. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്ത് അതിലേക്ക് ശർക്കരയുടെ മിക്സ് വെച്ച് കൊടുത്ത് ഉരുട്ടി നമ്മളിന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന രീതിയിലുള്ള കൊഴുക്കട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാ ദിവസവും ചെയ്യുന്നതിനൊരു വെറൈറ്റിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ.